ടോട്ടോച്ചിൻ്റെ കഥ ഇവിടെ തുടരുന്നു. നേരം ഒരുപാടായി. അവൾ കോരിക്കൊണ്ടിരുന്നു. പേഴ്സ് എവിടെ? പേഴ്സ് പോയിട്ട് അതിൻ്റെ പൊടി പോലും കാണാനില്ല. ഒടുവിൽ മണി മുഴങ്ങി. ക്ലാസ് ആരംഭിക്കാൻ സമയമായി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവൾക്കൊരെത്തും പിടിയും കിട്ടിയില്ല. ഏതായാലും ഇത്രയും ആയ സ്ഥിതിക്ക് കുറച്ചുകൂടി കോരുക തന്നെ അവൾ നിശ്ചയിച്ചു. പൂർവാധികം ശക്തിയോടെ അവൾ തിരച്ചിൽ തുടർന്നു. ഇതിനിടെ മാസ്റ്റർ അതുവഴി വന്നു. അപ്പോഴേക്കും കുഴിക്കരികിൽ അഴുക്കിൻ്റെ ഒരു കൂമ്പാരം രൂപം കൊണ്ടു കഴിഞ്ഞിരുന്നു. ടോട്ടോ, നീ എന്താ ചെയ്യണ്? മാസ്റ്റർ ചോദിച്ചു. എൻ്റെ പേഴ്സ് ടോയ്ലറ്റിൽ വീണു, അത് തിരയാ. കോരുന്നതിനിടെ ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൾ പറഞ്ഞു. ഉവ്വോ, നടക്കട്ടെ. തൻ്റെ പതിവ് ശൈലിയിൽ അയാൾ കയ്യിൽ പിന്നിൽ കെട്ടി അദ്ദേഹം നടന്നകന്നു. നേരം കടന്നുപോയിക്കൊണ്ടിരുന്നു. അവൾക്കിതുവരെയും പേഴ്സ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കൂനയുടെ ഉയരം കൂടി വന്നു. ഗന്ധവും. മാസ്റ്റർ വീണ്ടും വന്നു. കിട്ടിയോ? അദ്ദേഹം ചോദിച്ചു. ഇല്ല. കൂനകൾക്കിടയിൽ നിന്നും ടോട്ടോച്ചൻ കഴുത്തുയർത്തി. മുഖം വിയർത്തൊലിക്കുന്നുണ്ടായിരുന്നു. കവിളുകൾ വല്ലാതെ ചുവന്നിരുന്നു. അവളുടെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങി നിന്നു. കുസൃതി നിറഞ്ഞ സൗഹൃദഭാവത്തിൽ മാസ്റ്റർ പറഞ്ഞു. തെരഞ്ഞു കഴിഞ്ഞാലേ ഒക്കെ തിരികെ കോരിയിടണം. എന്താ, ഇടുവോ? ശേഷം പഴയ മട്ടിൽ അദ്ദേഹം നടന്നു മറഞ്ഞു. ഉവ്വ്, ഇടാലോ. കോരലും തിരച്ചിലും തുടർന്നുകൊണ്ടിരുന്നു. ഉത്സാഹപൂർവ്വം ടോട്ടോച്ചൻ പറഞ്ഞു. അഴുക്കുകൂമ്പാരത്തിൽ കണ്ണൊന്നു തടഞ്ഞപ്പോൾ പെട്ടെന്ന് അവൾക്കൊരു സംശയം ഉദിച്ചു. കട്ടിയുള്ളതെല്ലാം ഒടുക്കം തിരിച്ചിടാം, പക്ഷെ ഈ വെള്ളം പോലുള്ളത് എന്തു ചെയ്യും? ദ്രവരൂപത്തിലുള്ള അവശിഷ്ടങ്ങൾ മണ്ണിലേക്ക് ഒലിച്ചിറങ്ങി കഴിഞ്ഞിരുന്നു. ഒക്കെയും തിരികെ നിക്ഷേപിക്കാമെന്നും മാസ്റ്റർക്ക് വാക്കുകൊടുത്തതാണ്. ഇനിയിപ്പോൾ എന്തു ചെയ്യും? അവൾ പണി നിർത്തി. താഴ്ന്നുപോയ ജലം തിരികെ കുഴിയിലാക്കുന്നതിനെക്കുറിച്ച് ഗാഢമായി ചിന്തിച്ചു. വെള്ളം ഒലിച്ചിറങ്ങിയ ഭാഗത്തെ നനഞ്ഞ മണ്ണ് പകരമിടാം. ഒടുവിൽ അവൾ നിശ്ചയിച്ചു. ടാങ്ക് മിക്കവാറും ശൂന്യമായി കഴിഞ്ഞു. കൂനയാകട്ടെ ഇപ്പോൾ ശരിക്കും ഒരു പർവ്വതം. അവശിഷ്ടങ്ങൾക്കിടയിൽ ടാങ്കിനുള്ളിലോ പേഴ്സിൻ്റെ നേരിയ സൂചന പോലുമില്ല. അത് വീണ്ടെടുക്കാനാവാത്ത വിധം എവിടെയോ കുരുങ്ങിക്കിടക്കുകയാവാം. പക്ഷെ ടോട്ടോച്ചന് കുണ്ഠിതം തോന്നിയില്ല. അവളെ എന്തിനു ദുഃഖിക്കണം? തനിക്കാവുന്നതെല്ലാം അവൾ ചെയ്തു കഴിഞ്ഞു. മാസ്റ്റർ അവളെ സഹായിക്കുകയോ ചെയ്യാതിരുന്നതുകൊണ്ട് അവൾക്ക് താൻ ചെയ്തത് ശരിയാണെന്ന് തന്നെ തോന്നി. ആ തോന്നൽ അവളെ സംതൃപ്തയാക്കി. പക്ഷെ ഇതൊക്കെ വസ്തുനിഷ്ഠമായ മനസ്സിലാക്കാൻ തീരെ ചെറിയ കുട്ടിയായ ടോട്ടോച്ചന് അന്ന് കഴിയുമായിരുന്നില്ല. സാധാരണഗതിയിൽ മുതിർന്നവരാരെങ്കിലും കൊച്ചു ടോട്ടോയെ ഇത്തരം ഒരവസ്ഥയിൽ കാണുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക?